എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC പനോരമയുടെ നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. നേർവഴി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പല ഉദ്യോഗാർത്ഥികളും ഉപയോഗിക്കുന്ന റാങ്ക് ഫയലുകളിലൂടെയും അവരുടെ സ്റ്റഡി മെറ്റീരിയലുകളിലൂടെയും അവർ പഠിച്ചു വച്ചിരിക്കുന്ന പല തെറ്റായിട്ടുള്ള ധാരണകളെയും തിരുത്തി ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുവാൻ വേണ്ടിയുള്ളതാണ് നേർവഴി. നേർവഴിയുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രേഡ് വിൻഡുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ വാണിജ്യവാദങ്ങളെ പറ്റിയാണ്. വാണിജ്യവാദം എന്ന പ്രയോഗം തന്നെ തെറ്റാണ്, ആദ്യം പറയാം. ഞാൻ ഈ അടുത്ത സമയത്ത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു റാങ്ക് ഫയലിൻ്റെ 3-ാമത്തെ വോള്യത്തിൽ അതിൻ്റെ 2544-ാമത്തെ പേജിൽ ഇങ്ങനെ വായിക്കാനിടയായി. വാണിജ്യവാദങ്ങളെന്ന് വിളിക്കാനുള്ള കാരണം ഈ കാറ്റുകൾ വാണിജ്യത്തിന് പോകുന്ന, ട്രേഡിന് പോകുന്ന കപ്പലുകൾക്ക് വളരെയധികം ഗുണകരമാണ്. അതുകൊണ്ടാണ് അതിനെ വാണിജ്യവാദം എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ കേട്ടപ്പോൾ വലിയ ഒരു വിഷമം തോന്നി. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ പഠിച്ചു വെക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ, സത്യത്തിൽ ആ കാറ്റിന് വാണിജ്യവാദം എന്ന് പേരില്ല. അതാണ് സത്യം. ആ കാറ്റിന് വാണിജ്യവാദം എന്ന് പേരില്ല. ആ റാങ്ക് ഫയലിനെ മാത്രമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. SCRTയുടെ പുസ്തകത്തിലും തെറ്റുണ്ട്. അതാണ് വാണിജ്യവാദം. എന്താന്ന് തൽക്കാലം ഞാൻ അതിനെ വാണിജ്യവാദം തന്നെ വിളിക്കുക. ഒരു മലയാളം വാക്കിനി കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട്. നിലവിലെ പേരതാ, ആ പേര് ശരിയല്ല. എന്തായാലും ഇംഗ്ലീഷിലെ ട്രേഡ് വിൻഡ് തന്നെയാണ് വിളിക്കുന്നത്. ട്രേഡ് വിൻഡ് എന്നുള്ള പേര് കുഴപ്പമില്ല, അത് ഇംഗ്ലീഷ് വാക്കല്ല, ജർമ്മൻ വാക്കാണ്. എന്തായാലും വാണിജ്യവാദം എല്ലാവർക്കും അറിയാം. മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഭൂമിയാണെന്ന് വിചാരിക്കുക, ഇത് ഭൂമധ്യരേഖയാണെന്ന് വിചാരിക്കുക. ഭൂമധ്യരേഖയുടെ ഇരുവശത്തുമായിട്ടുള്ള മേഖലയാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഈ കാറ്റ് വീശുന്നു. എവിടുന്നാണ് വീശുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നാണ്. ഇത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണെന്ന് വിചാരിക്കുക. ഇതും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണെന്ന് വിചാരിക്കുക. ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. ഞാൻ എന്തായാലും ഈ പടത്തെ ഒന്ന് തിരിച്ചു വരയ്ക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ഭൂമിയെ ഇങ്ങനെ എടുത്ത് വെക്കുക. ഈ ഇക്വേറ്ററിനെ ഇങ്ങോട്ടങ്ങ് മാറ്റുകയാണ്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് ഭൂമധ്യരേഖ എന്ന് വിചാരിക്കുക. ഭൂമധ്യരേഖയുടെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല 5 ഡിഗ്രി അക്ഷാംശത്തിനും 5 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഭൂമധ്യരേഖയാണ്, 0 ഡിഗ്രി അക്ഷാംശം. ഇത് 5 ഡിഗ്രി വടക്കക്ഷാംശം, 5 ഡിഗ്രി തെക്കക്ഷാംശം. ഈ 2 അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. ഈ കാറ്റ് വരുന്നത് എവിടെ നിന്നാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നാണ്. ഇതാണ് ഒരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 23:30-നും 30-നും ഇടയിലാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല വരുന്നത്. ഇതാണ് മറ്റൊരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇത് ഉത്തരാർദ്ധഗോളത്തിലെ, ഇത് ദക്ഷിണാർദ്ധഗോളത്തിലെ. അത്രേ ഉള്ളൂ. നമ്മളിവിടെ ഭൂമിയെ തിരിച്ചു വെച്ചിരിക്കുക. അതായത് ഹൊറിസോണ്ടലായിട്ടിരിക്കേണ്ട ഭൂമധ്യരേഖയെ നമ്മൾ ഇങ്ങനെ ആക്കി പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാറ്റുകൾ നോക്കുക. ഈ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഈ കാറ്റുകൾ ഇങ്ങോട്ടാണ് വീശുന്നത്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ഈ കാറ്റുകൾ വീശുന്നത്. ഈ കാറ്റുകൾ ഈ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് വളരെ കൂടുതൽ ചൂടുള്ള പ്രദേശമാണ്. ഈ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് വളരെ കൂടുതൽ ചൂടുള്ള പ്രദേശമാണ്, വളരെ വലിയ ചൂടാണ്. ആ മേഖലയിലേക്കാണ് ഈ കാറ്റ് വരുന്നത്. അപ്പം ഇത് 0 ഡിഗ്രി അക്ഷാംശം, ഇത് 5 ഡിഗ്രി വടക്ക്, ഇത് 5 ഡിഗ്രി തെക്ക്. അപ്പോൾ ഇത് മൊത്തം 10 അക്ഷാംശമുണ്ട്. ഒരക്ഷാംശം 111 കിലോമീറ്റർ ആണെങ്കിൽ 1110 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന് ഇവിടെ വരെ. ഈ 2 കാറ്റുകളും കൂട്ടിമുണ്ടെങ്കിൽ ഇവിടെ വരണം. പക്ഷേ ഈ മേഖലയിൽ വളരെ വലിയ ചൂടായതുകൊണ്ട് ഈ കാറ്റുകൾ ഈ മേഖലയിലോട്ട് കയറുന്ന ഉടൻ തന്നെ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയുടെ വക്കത്തോട്ട് വരുമ്പോൾ തന്നെ
ഈ കാറ്റുകൾ ചൂടായി മുകളിലേക്ക് അങ്ങ് ഉയരത്തതേ ഉള്ളൂ. കൺവെക്ഷണൽ കറണ്ട്, സംവഹന പ്രവാഹമായി അത് മുകളിലേക്ക് അങ്ങ് ഉയരും. ഈ കാറ്റും അതുപോലെ തന്നെയാണ്, സംവഹന പ്രവാഹമായി മുകളിലേക്ക് ഉയരും. കാരണം ഈ കാറ്റിന് ഇങ്ങനെ വീശാൻ ഒക്കില്ല. കാരണം അത്ര വലിയ ചൂട് കാരണം ഇത് ഉയർന്ന് മുകളിലോട്ടങ്ങ് പോകുന്നു. അപ്പോൾ ഇവിടെ എന്തില്ല? കാറ്റില്ലാത്ത ഒരു പ്രദേശം ഉണ്ടാകും. ആ മേഖലയാണ് നിർവാത മേഖല എന്ന് വിളിക്കുന്നത്. നിർവാത മേഖല, അതായത് ഡോൾഡ്രം എന്ന് വിളിക്കും. ഡോൾഡ്രം എന്ന് വെച്ചാൽ എന്താ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പുരോഗതി ഇല്ല അധോഗതി ഇല്ല. ട്രേഡിന് വേണ്ടി പണ്ട് പോകുന്ന പായ്ക്കപ്പലുകൾക്ക് ഈ മേഖലയിൽ പെട്ടുപോയാൽ എവിടേക്ക് പോകാൻ വേണ്ടിയാണോ അവർ ഇറങ്ങിയത് അങ്ങോട്ട് പോകാനും പറ്റില്ല, എവിടെ നിന്നാണോ അവർ വന്നത് അങ്ങോട്ട് പോകാനും പറ്റില്ല. അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഡോൾഡ്രം, നിർവാത മേഖല. നമ്മുടെ എക്കണോമി ഈസ് ഇൻ ഡോൾഡ്രംസ്. സാമ്പത്തിക രംഗം ഡോൾഡ്രത്തിലാണ്. അധോഗതി ഇല്ല, പുരോഗതി ഇല്ല, മുമ്പോട്ടും ഇല്ല പിമ്പോട്ടും ഇല്ല, അതുപോലെ നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ട്രേഡിന് പോകുന്ന, വാണിജ്യത്തിന് പോകുന്ന പായ്ക്കപ്പലുകൾക്ക് വളരെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മേഖലയാണ് നിർവാത മേഖല എന്ന് പറയുന്ന ഈ ഡോൾഡ്രം. ഇനി ഈ കാറ്റിനെ ട്രേഡ് വിൻഡ് എന്ന് ഇംഗ്ലീഷ് വിളിക്കും. ജോഗ്രഫി എന്ന വിഷയത്തിൻ്റെ പുസ്തകങ്ങളിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഇത് ഇംഗ്ലീഷ് വാക്ക് ട്രേഡ് അല്ല, വ്യാപാരം അല്ലെങ്കിൽ വാണിജ്യം അല്ലെങ്കിൽ കൊമേഴ്സ് എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്ക് ട്രേഡ് അല്ല ഇത്. ദിസ് ഈസ് ദ ജർമ്മൻ വേർഡ് ട്രേഡ് വിച്ച് മീൻസ് ട്രാക്ക്, പാത എന്നർത്ഥം വരുന്ന, കൃത്യമായ പാതയിലൂടെ വീശുന്ന കാറ്റ്. അതുകൊണ്ട് പാത എന്നർത്ഥം വരുന്ന ജർമ്മൻ വേർഡ് ട്രേഡാണ് ഇത്. ഈ കാറ്റുകൾ കൃത്യമായ പാതയിലൂടെ കൃത്യമായ ദിശയിലാണ് വീശുന്നത്. അതുകൊണ്ടാണ് ഇവയെ ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് വാക്ക് ട്രേഡ് അല്ല. NCERTയുടെ പുസ്തകങ്ങളിൽ ഇത് ജർമ്മൻ വേർഡ് ട്രേഡാണ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ജർമ്മൻ ഭാഷയിൽ ട്രേഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ എഴുതിയിട്ടില്ല. ഈ NCERTയുടെ ബുക്കുകൾ നോക്കിയിട്ടാണ് SCERTയുടെ പുസ്തകങ്ങൾ എഴുതിയത്. അവരെന്ത് ചെയ്തു? ട്രേഡ് വിൻഡിൻ്റെ മലയാളം പരിഭാഷ വാണിജ്യവാദം എന്ന് കൊടുത്തു. അപ്പോൾ തെറ്റിയത് SCERTയുടെ പുസ്തകം എഴുതുന്ന ആൾക്കാർക്കാണ് തെറ്റിയത്. ജർമ്മൻ വാക്ക് ട്രേഡാണ് ഇത്. ആ ഭാഷയിലെ വാക്കിൻ്റെ അർത്ഥം പാത എന്നാണ്. എന്നാൽ SCERTയുടെ പുസ്തകം എഴുതിയ ആളുകൾ ഇത് ഇംഗ്ലീഷ് ഭാഷയിലെ വാണിജ്യം എന്നർത്ഥം വരുന്ന ട്രേഡ് ആയിരിക്കും എന്ന ധാരണയിൽ ഇതിൻ്റെ മലയാളം പരിഭാഷ വാണിജ്യവാദം എന്ന് കൊടുത്തു. ഇനി SCERTയുടെ പുസ്തകം നോക്കി റാങ്ക് ഫയൽ തയ്യാറാക്കിയ ആൾക്കാർ അവിടുന്ന് അപ്പുറത്തേക്ക് പോയി. അവർ വാണിജ്യവാദത്തിന് പുതിയ വ്യാഖ്യാനം കൊടുത്തു. ഇതിനെ വാണിജ്യവാദം എന്ന് വിളിക്കാനുള്ള കാരണം വാണിജ്യത്തിന് പോകുന്ന കപ്പലുകൾക്ക് വളരെയധികം സഹായകമാകുന്ന കാറ്റാണ് ഇത് എന്ന വലിയ അക്ഷന്തവ്യമായ ഒരു തെറ്റ് എഴുതി പിടിപ്പിച്ചു. സത്യത്തിൽ വാണിജ്യത്തിന് പോകുന്ന കപ്പലുകൾക്ക് വളരെയധികം ദുരിതവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന കാറ്റാണ് ഇത്. കാരണം ഈ കാറ്റ് ഉണ്ടാക്കുന്നത് നിർവാത മേഖലയാണ്, ഡോൾഡ്രമാണ്. അവിടെ കപ്പലുകൾക്ക് മുമ്പോട്ടോ പിമ്പോട്ടോ നീങ്ങാൻ പറ്റില്ല. ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെയുള്ള തെറ്റ് വന്നിരിക്കുന്നതെന്നൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ആരെയും നമുക്ക് ദ്രോഹിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഉദ്യോഗാർത്ഥികളോട് നമുക്കുള്ള കടപ്പാട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് നമുക്കുള്ള വിധേയത്വം, അത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് അവർ പഠിച്ചു വച്ചിരിക്കുന്ന തെറ്റായിട്ടുള്ള ഈ ധാരണയെ നമ്മൾ തിരുത്തുകയാണ്. ട്രേഡ് വിൻഡ് എന്ന പ്രയോഗം, അതിൻ്റെ മലയാളം പരിഭാഷ വാണിജ്യവാദം എന്നല്ല, അതിന് വേറൊരു വാക്ക് ഉണ്ടാക്കേണ്ടി ഇരിക്കുന്നു. ഇത് വാണിജ്യത്തിന് പോകുന്ന കപ്പലുകൾക്ക് സഹായകമല്ല, ദോഷമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ കാറ്റ് നിർവാത മേഖല ഉണ്ടാക്കുന്ന കാറ്റാണ്, അല്ലെങ്കിൽ ഡോൾഡ്രം ഉണ്ടാക്കുന്ന കാറ്റാണ്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന കേരള PSCയുടെ പരീക്ഷയിൽ വളരെ നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.